ഭാരതി, ഏട്ടാ, വിവേക് നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അവൻ ഫോൺ വാങ്ങി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ദേ, നിങ്ങൾ ഇപ്പൊ തന്നെ രണ്ടുപേരും ഇങ്ങോട്ട് വരണം. ഏട്ടാ, അത് വേറെ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്താ വരില്ലേ? വരാം. ആ, നമ്മളോട് രണ്ടുപേരോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എത്ര നാൾ ഒളിച്ചു കളിക്കാൻ പറ്റും? തീരുവാണെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീരട്ടെ. പോവാം നമുക്ക്. പോവാം. ഇത്രയും നാളത്തെ സൗഹൃദം, തോൽവിയിലും ജയത്തിലൊക്കെ അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുകയാണെങ്കിൽ അതുവഴി അങ്ങ് പോട്ടെ. നമുക്ക് ഈ വഴി അങ്ങ് പോയേക്കാം. ശരി. വരാതിരിക്കാൻ അവൻ നോക്കും. പക്ഷേ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. പാവങ്ങളാ, കള്ളത്തരം കാണിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഇങ്ങനൊക്കെ. എനിക്ക് അവനെ നന്നായിട്ട് മനസ്സിലാവും നന്ദിനി. അവനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി സിൻസിയറായിട്ട് കഷ്ടപ്പെടുന്നവര് ആരൊക്കെയാണെന്ന് എന്റെ മനസ്സിലൊരു കണക്കുണ്ട്. അവരൊക്കെ എന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെയാണ്. ആ, അതിലേറ്റവും ആദ്യം താനാ. ചായ. മാഡം, മാഡം കോഫി. രാജു, എന്താ മാഡം? സൂര്യ എന്തൊക്കെ കാര്യങ്ങളാ നിന്നോട് ചോദിച്ചത്? അത് പിന്നെ മാഡം, ഇത്രയും ദിവസം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ട് അവൻ ചോദിക്കില്ലേ? അല്ല, നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്നാ ഞാൻ ചോദിച്ചേ. സൂര്യ സാറ് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു മാഡം. ഡീറ്റെയിൽ ആയിട്ട് പറയടാ. മാഡം അത് ആ, പറ പറ. നീ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഞാൻ 8-9 വർഷമായി മാഡം. എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരു മാസം ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല മാഡം. അല്ല, ശമ്പളം വൈകിട്ടുണ്ടോ? അതുമില്ല മാഡം. 9 വർഷം തുടർച്ചയായി ശമ്പളം വാങ്ങുന്ന സ്ഥലം, ആ സ്ഥലത്തിനോടോ ശമ്പളം തരുന്നവരോടോ മിനിമം ഒരു കൂറുണ്ടാവില്ലടോ ഒരാൾക്ക്. ഉണ്ടാവില്ലേ? മമ്മി ആരോടാ ചോദിക്കുന്നേ? മമ്മിയുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി ശമ്പളം വാങ്ങിച്ചാലും അവന് സ്നേഹവും ബഹുമാനവും ഒക്കെ നന്ദിനിയോടല്ലേ? ആന്റി, ഇവൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നന്ദിനേക്കാൾ സൂര്യയുടെ ചെവിയിലെത്തിക്കുന്നത് ഇവനാ. ഞാനിതുവരെ ആരോടും സത്യങ്ങളല്ലാതെ പറഞ്ഞിട്ടില്ല മാഡം. അയ്യോ,
സത്യങ്ങളല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ. അപ്പൊ രാജു സത്യവനാണ്. ആ അയ്യോ, അപ്പൊ ഞങ്ങളൊക്കെ ബഹുമാനിക്കേണ്ട ഒരു പദവിയല്ലേ? അയ്യോ, അല്ല, ഒരു വേലക്കാരെ എടുക്കേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാടാ? അത് പിന്നെ മാഡം, ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്യണം, കടയിൽ പോകണം. ആ പിന്നെ അല്ല, പിന്നെ പിന്നെ ഒന്നുമില്ല മാഡം. ഈ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന ഒരുത്തിക്ക് പാതിരാത്രി അവള് വെളിയിലിരിക്കുമ്പോൾ നീ കൂട്ടിരിക്കുക. അവളുമായിട്ട് ഒത്തുചേർന്ന് ഈ കുടുംബത്തിലുള്ളവരെ നാണം കെടുത്താൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ സൂര്യയുടെ ചെവിയിൽ അങ്ങോട്ട് എത്തിക്കുക. അതിനു വേണ്ട ശമ്പളം നീ എന്താ പ്രതീക്ഷിക്കുന്നത്? മാഡം, കൈ നീട്ടി ശമ്പളം വാങ്ങുന്നവനെ അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് ഇനിയെങ്കിലും നീ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായടാ? മനസ്സിലായി മാഡം. ഓ, ആ എന്റെ ചെവിവേദന അല്പം കുറഞ്ഞതുപോലെ. ആ, രാജു. വാടോ. വിവേകെ, അവരെല്ലാരും അവിടെ ഉണ്ടെങ്കിലോ? ഫേസ് ചെയ്യാതെ പറ്റില്ല. സൂര്യൻ നമ്മളെ വിളിച്ചല്ലേ. താ വാ. വാ. എന്താ വിവേക്? സൂര്യ വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു.